ഹായ് ഹലോ. ഇന്നത്തെ ക്ലാസ് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നമുക്ക് നോക്കി പോവാം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പല നാട്ടുരാജ്യങ്ങളായിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ അങ്ങനെ എല്ലാത്തിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഈ ഭിന്നതകളെല്ലാം മറന്ന് ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമാണ് ഈ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തിനെയാണ് ദേശീയത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെക്കുറിച്ചും അവർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നല്ലോ. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. അപ്പോൾ ഇന്ത്യ എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കോളനിയായിട്ടും കമ്പോളമൊക്കെ ആയിട്ടാണ് ഇന്ത്യ മാറിയത്. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. എന്താണ് അവരുടെ ലക്ഷ്യം? സാമ്പത്തിക ചൂഷണം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമായി. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളായിരുന്നു ഇവർ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായിട്ടും അവരുടെ ഉൽപ്പന്നം വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായിട്ടാണ് ഇന്ത്യ മാറിയത്. ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം സാമ്പത്തിക ചൂഷണമായിരുന്നു. അവരുടെ പല നയങ്ങൾ കാരണം ഇന്ത്യയിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യമൊക്കെ വന്നു. കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്ര വിഭാഗക്കാർ ഇവരെല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. പിന്നെ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി പഠനം നടത്തിയിട്ടുള്ളത് ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ ഗോവിന്ദ റാനഡെയൊക്കെയാണ്. ഇനി ദാദാഭായ് നവറോജിനെ പറ്റി നോക്കാം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നുവെന്ന തൻ്റെ നിരീക്ഷണം, ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി, അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. അപ്പോൾ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തി കൊണ്ടുപോയി എന്ന് പറയുന്നതാണ്. അങ്ങനെ പറയുന്ന സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു. അപ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തി കൊണ്ടുപോയി എന്ന് പറയുന്ന ബുക്കാണിത്. അതായത് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചിരിക്കുന്ന ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ദാദാഭായ് നവറോജിയുടെ ബുക്കിലാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം. 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. അപ്പോൾ എന്തിനാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്? അവരോട് വിധേയത്വമുള്ള ആൾക്കാരെയും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. അപ്പോൾ വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം, നീതി അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരായിട്ട് മാറുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാർക്ക് വിധേയരാവല്ല ചെയ്തത്. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടൻ്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പുതുഭാഷയായി ഇംഗ്ലീഷ് മാറി. രാജ്യത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിയിച്ചു. ഇനിയാണ് നമുക്ക് ആവശ്യമുള്ളത് വരുന്നത് സാഹിത്യവും പത്രങ്ങളും.
ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായി മാറി. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികളിൽ ജനങ്ങളിൽ ദേശീയബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ ജനങ്ങളിൽ ദേശീയബോധം വളർത്താൻ പ്രധാന പങ്ക് വഹിച്ച എഴുത്തുകാരാണ് ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി. ഇനി ഇവരൊക്കെ ഏത് ഭാഷയിലാണ് കൃതികൾ എഴുതിയിരിക്കുന്നത് നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ലക്ഷ്മിനാഥ് ബസ്ബറുവ ആസാമീസ്. അത് നമ്മുടെ പഴയ ടെക്സ്റ്റിലൊന്നും ഇല്ലാത്ത ഈ ടെക്സ്റ്റിലുള്ള പുതിയൊരു ഫാക്റ്റാണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ലക്ഷ്മിനാഥ് ബസ്ബറുവ ആസാമീസ്, വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ മറാത്തി, സുബ്രഹ്മണ്യ ഭാരതി തമിഴ്, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അതും ഈ ടെക്സ്റ്റിൽ മാത്രമുള്ള ഒരു ഫാക്റ്റാണ്. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഹിന്ദി, പ്രേംചന്ദും ഹിന്ദി, അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയാണ്. അപ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ആളാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലുള്ള സമ്പാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബറും. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളാണ് സമ്പാദ് കൗമുദി, മിറാത്തുൽ അക്ബർ. സമ്പാദ് കൗമുദി എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയിലുമാണ്. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങളാണ് ചുവടെയുള്ളത്. അപ്പോൾ പ്രധാന പത്രമാണ് അമൃത ബസാർ പത്രിക എന്ന് പറയുന്നത്. അത് ബംഗാളി ഭാഷയിലെ പത്രമാണ്. അതുപോലെ പിന്നെ ദി ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും അത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രങ്ങളാണ്. പിന്നെ മാതൃഭൂമി, അൽ അമീൻ അത് മലയാളത്തിലെ പത്രങ്ങളുമാണ്. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചാരണായുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നടപടി സ്വീകരിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം. ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു. അടുത്തത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആളാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയാണ്. അപ്പോൾ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച ആളാണ് രാജാറാം മോഹൻ റോയ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. ജനിച്ചത് 1772 ബംഗാളിൽ. ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. രാജാറാം മോഹൻ റോയിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി രാജാറാം മോഹൻ റോയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയിട്ടുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ രാജാറാം മോഹൻ റോയ് പ്രവർത്തിച്ചത് സതി നിരോധിക്കാൻ, പിന്നെ ശൈശവ വിവാഹം, ബഹുഭാര്യത്വം, പിന്നെ സ്കൂളുകൾ ആരംഭിച്ചു, ബ്രഹ്മസമാജം എന്നുള്ള സംഘടന ആരംഭിച്ചു, സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു, വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. ജ്യോതിറാവു ഫൂലെ മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫൂലെ. മഹാരാഷ്ട്രയിൽ താഴ്ന്ന ജാതിക്കാരെന്ന് കണക്കാക്കപ്പെട്ടവരുടെ
സ്ത്രീകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫൂലെ. മഹാരാഷ്ട്രയിൽ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. അപ്പോൾ ജ്യോതിറാവു ഫൂലെ സ്ഥാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് സത്യശോധക് സമാജം എന്ന് പറയുന്നത്. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകാനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തി. അപ്പോൾ സത്യശോധക് സമാജം എന്തിനൊക്കെയാണ്? വിധവാ വിവാഹം നടപ്പിലാക്കുക, വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം കൊടുക്കാനും വേണ്ടിയിട്ട് വന്നതാണ്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്ക് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായ് ഫൂലെയും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. അപ്പോൾ ജ്യോതിറാവു ഫൂലേനെ പറ്റി പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ താഴ്ന്ന ജാതിക്കാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ആളാണ്. സത്യശോധക് സമാജം എന്നുള്ള സംഘടന രൂപീകരിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. സത്യശോധക് സമാജം വന്നത് വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനുമായിരുന്നു. സ്ത്രീകൾ, ദളിതർ അവർക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ അദ്ദേഹത്തെ മഹാത്മാ എന്നായിരുന്നു വിളിച്ചിരുന്നത്. പിന്നെ സാവിത്രിബായി ഫൂലെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഈ സാവിത്രിബായി ഫൂലെ പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്തത് പണ്ഡിത രമാബായി. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. അപ്പം ജ്യോതിറാവു ഫൂലെക്ക് മഹാത്മാ എന്നുള്ള ബഹുമതി കൊടുത്തത് മഹാരാഷ്ട്രയിലെ ജനങ്ങളായിരുന്നു. പണ്ഡിത രമാബായിക്ക് പണ്ഡിത എന്നുള്ള ബഹുമതി കൊടുത്തത് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യമഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പോൾ ആര്യമഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പണ്ഡിത രമാബായി പങ്കെടുത്തു. അപ്പോൾ ഈ ടെക്സ്റ്റിൽ പറയുന്ന കുറച്ച് അഡീഷണൽ ഫാക്ട്സുകൾ എന്ന് പറയുന്നത് ഈ ശാരദാ സദനം ഉണ്ട്. ശാരദാ സദനം സ്ഥാപിച്ച കാര്യം നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. അതുപോലെ മുക്തി മിഷനും കണ്ടിട്ടില്ല. ഒന്നുകൂടി നോക്കാം. ശൈശവ വിവാഹത്തിനെതിരെ നിലകൊണ്ടു. വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പണ്ഡിത രമാബായി. ആര്യമഹിളാ സമാജം സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ശാരദാ സദനം എന്ന് പറയുന്ന അഭയകേന്ദ്രം ആരംഭിച്ചത്. അത് ശാരദാ സദനം വിധവകളുടെ പുനരധിവാസത്തിന്. മുക്തി മിഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ടാണ് മുക്തി മിഷൻ വന്നത്. പിന്നെ 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. അടുത്തത് കുറച്ച് പ്രധാനപ്പെട്ടതാണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അത് സ്ഥാപിച്ച ആൾക്കാരും. പ്രാർത്ഥനാ സമാജം അത് സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഒന്നും കൂടെ നോക്കാം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്ന്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. പിന്നെ ഇപ്പം നമ്മൾ പഠിച്ച ജ്യോതിറാവു ഫൂലെ
സത്യശോധക സമാജം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചിട്ടുണ്ട്. പണ്ഡിത രമാബായി ആര്യമഹിളാ സമാജം. ശാരദാ സദനം എന്തിനായിരുന്നു? വിധവകളുടെ പുനരധിവാസത്തിനും. മുക്തി മിഷൻ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനും വേണ്ടിയായിരുന്നു. ഗതാഗതവും വാർത്താവിനിമയവും. വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്കു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പിത്തപാലും അവർ ആരംഭിച്ചു. ചരക്കുനീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്? ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യം വിപുലീകരിച്ചു. റെയിൽവേ, പോസ്റ്റൽ, കമ്പിത്തപാൽ ഒക്കെ ആരംഭിച്ചു. ചരക്ക് നീക്കം എളുപ്പമാവാൻ വേണ്ടി റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും ഈ സൗകര്യങ്ങളൊക്കെ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു. ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ ഇതൊക്കെ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിൻ്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. അതിൽ ചിലതാണ്: ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിലാണ് പ്രവർത്തന കേന്ദ്രം. അതിന് നേതൃത്വം നൽകിയത് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും. ഇന്ത്യൻ അസോസിയേഷൻ പ്രവർത്തിച്ചിരുന്നത് കൽക്കട്ടയിൽ. നേതൃത്വം നൽകിയത് സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദമോഹൻ ബോസ്. അടുത്തത് മദ്രാസ് മഹാജൻ സഭ. അത് പ്രവർത്തിച്ചത് മദ്രാസിലാണ്. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു അവരാണ് നേതൃത്വം നൽകിയത്. മദ്രാസ് മഹാജൻ സഭ മദ്രാസിൽ പ്രവർത്തിച്ചു. നേതൃത്വം നൽകിയത് എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. അടുത്തതാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. അത് പ്രവർത്തിച്ചത് ബോംബെയിൽ. ഫിറോസ് ഷാ മേത്ര, കെ ടി തെലാങ്, ബദ്രുദ്ദീൻ തിയാബ്ജി ഒക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ട, സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദമോഹൻ ബോസ്. മദ്രാസ് മഹാജൻ സഭ മദ്രാസ്, എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിൽ ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്, ബദ്രുദ്ദീൻ തിയാബ്ജി. ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങിയിരുന്നു. ധനികരുടെയും മധ്യവർഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടു. അപ്പോൾ ഇപ്പം പറഞ്ഞ ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് മഹാജൻ സഭ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അതിനൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതായത് ഇന്ത്യയിൽ മൊത്തം വ്യാപിച്ചിരുന്നില്ല. ചില പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു. അതായത് കൽക്കട്ട, മദ്രാസ്, ബോംബെ അവിടങ്ങളിൽ മാത്രമായിരുന്നു. അപ്പോഴാണ് ഒരു അഖിലേന്ത്യാ സംഘടന വേണം എന്നുള്ള ആശയം വന്നത്. അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു. 1885 ഡിസംബർ 28 പകല് 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേര് അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു. A.O. ഹ്യൂം ആയിരുന്നു. W.C. ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. INC രൂപീകരിച്ചതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ INC രൂപീകരിച്ചത് 1885 ഡിസംബർ 28. അത് ആദ്യത്തെ മീറ്റിംഗ് ബോംബെയിലാണ് നടന്നത്. ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ട് 72 പേരായിരുന്നു പങ്കെടുത്തത്. അതിന് നേതൃത്വം നൽകിയ ഇംഗ്ലീഷുകാരനാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂം, അല്ലെങ്കിൽ A.O. ഹ്യൂം. ആ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്, അതായത് INCയുടെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് W.C. ബാനർജി ആയിരുന്നു.
വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം വിവിധ പ്രദേശത്തുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാണ്ട് ദേശീയ ഐക്യബോധം ഉറപ്പിക്കുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. ജാതി, മതം, പ്രവിശ്യ അതിൻ്റെ വ്യത്യാസമില്ലാണ്ട് ഐക്യബോധം വളർത്തുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുക. അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പിൽ അവതരിപ്പിക്കുക. നമ്മുടെ രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുക, ജനങ്ങളെ സംഘടിപ്പിക്കുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ തിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, പി ആനന്ദചാർലു, ആർ.സി. ദത്ത്, ആനന്ദമോഹൻ ബോസ്. അപ്പോൾ അക്കാലത്തെ പ്രധാന നേതാക്കൾ ദാദാഭായ് നവറോജി ഉണ്ട്, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ തിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, പി ആനന്ദചാർലു, ആർ.സി. ദത്ത്, ആനന്ദമോഹൻ ബോസ്. പിന്നെ സി ശങ്കരൻ നായരിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ചേറ്റൂർ ശങ്കരൻ INC പ്രസിഡൻ്റായിട്ടുള്ള ആദ്യ മലയാളി. 1897 അമരാവതി സമ്മേളനത്തിലായിരുന്നു പ്രസിഡൻ്റായിരുന്നത്. വിഭജനവും ഭിന്നിപ്പിക്കലും. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇതുതന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിൻ്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. ഇത് പറഞ്ഞത് H. റിസ്ലെ ആണ്. അപ്പോൾ ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാൾ വിഭജിച്ച ശക്തി കുറയും എന്ന് പറഞ്ഞിട്ടുള്ളത് റിസ്ലെ ആണ്. ബംഗാൾ വിഭജനത്തിൻ്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയ കുറിപ്പിലെ വിവരണമാണ് നമ്മൾ വായിച്ചത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. അതായത് INCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളിനൊക്കെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രധാന തന്ത്രമായിരുന്നു ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് ബംഗാൾ, അതിനെ രണ്ടായിട്ട് വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു വാദിച്ചത്. അപ്പോൾ ബംഗാൾ വിഭജന സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നത് കേഴ്സൺ പ്രഭു ആണ്. ബംഗാൾ വിഭജനം. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. അപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 അന്ന് ബംഗാളിൽ ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോനാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. അപ്പോൾ അമർ സോനാർ ബംഗ്ല എന്ന് പറയുന്ന ദേശഭക്തി ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായൊരു കുതിച്ചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്.
അപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-ന്. അന്ന് ബംഗാളിൽ ദുഃഖാചരണം, കൊൽക്കത്തയിൽ ഹർത്താലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ള അമർ സോനാർ ബംഗ്ല എന്ന് പറയുന്ന ദേശഭക്തി ഗാനം ആലപിച്ചിട്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചിരുന്നു. ഈ പ്രതിഷേധങ്ങളെല്ലാം ഒരു വലിയ സമരമായി മാറി. അതിനാണ് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായൊരു കുതിച്ചുചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. അപ്പം എന്തായിരുന്നു? ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും, അതാണ് പ്രധാന സമരരീതി. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം സ്വാശ്രയം എന്നാണ്. പ്രധാന സമരരീതി ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. സ്വാശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭവും വിജയിപ്പിക്കുക, അതാണ് അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളൊക്കെ ബഹിഷ്കരിച്ച് സർക്കാരിന് കച്ചവടത്തിലൂടെ കിട്ടുന്ന വരുമാനം ഇല്ലാണ്ടാക്കുക എന്നാണ് സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി നിരവധി തുണി മില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറി, കൈത്തറി സ്ഥാപനം, ദേശീയ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി എന്നിവ ആരംഭിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തുണി മില്ല് ആരംഭിച്ചു, സോപ്പ് നിർമ്മാണശാല, തീപ്പെട്ടി ഫാക്ടറി, കൈത്തറി സ്ഥാപനം, ദേശീയ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി ഇതൊക്കെ ആരംഭിച്ചു. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ. അപ്പോൾ PC റോയാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ടതാണ്. സ്വദേശി സ്റ്റോർ അതൊന്നും പുതിയതാണ്. സ്വദേശി സ്റ്റോർ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ സ്വദേശി സ്റ്റോർ ആരംഭിച്ചത് ടാഗോർ. ബംഗാൾ കെമിക്കൽ സ്റ്റോർ PC റോയി. പിന്നെ V ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി, അതും സ്വദേശി സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ്. അപ്പോൾ സ്വദേശി സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ PC റോയുടെ, സ്വദേശി സ്റ്റോർ ടാഗോറിൻ്റെ, V ചിദംബരം പിള്ളയുടെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റീൽ ഫാക്ടറി. കരുത്തിൻ്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിൻ്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നതുപോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതായത് വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനം മടക്കി നൽകി. പിന്നെ ദേവന്മാർക്ക് നിവേദ്യമായിട്ട് വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കാൻ വേണ്ടി പുരോഹിതർ എതിർപ്പ് പ്രകടിപ്പിച്ചു. പിന്നെ വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളയിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. ഇത് ബിപിൻ ചന്ദ്രയുടെ ആധുനിക ഇന്ത്യയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇത്തരം പ്രചാരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനം വഴിയുള്ള നേട്ടങ്ങളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ദേശീയ തലത്തിൽ വ്യാപിപ്പിച്ചു, പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്തു, പിന്നെ സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തിനെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് തയ്യാറാകാത്തവരാണ് മിതവാദികൾ. ഫിറോസ്
ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു മിതവാദികളിലെ പ്രധാനികൾ. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയം എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവർ തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെട്ടു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികൾ. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. അപ്പോൾ INCക്ക് ഉള്ളിൽ തന്നെ രണ്ടുപേരുണ്ടായിരുന്നു, മിതവാദികളും തീവ്രദേശീയവാദികളും. മിതവാദികൾ പ്രമേയം, പ്രസംഗം അങ്ങനെയൊക്കെ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനാണ് ശ്രമിച്ചത്. മിതവാദികളുടെ പ്രധാനികൾ ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. പിന്നെയുള്ള ടീമാണ് തീവ്രദേശീയവാദികൾ. അവർ വിപ്ലവത്തിലൂടെ മാത്രമാണ് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിച്ചവരായിരുന്നു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ് ഒക്കെയായിരുന്നു അതിൽ പ്രധാനികൾ. മിതവാദികളുടെയും തീവ്രദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. സമ്മേളനം തുടർന്ന് കൊണ്ടുപോവുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. അപ്പോൾ കോൺഗ്രസ് പിളർന്നത്, സൂററ്റ് പിളർപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത് 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനമാണ്. കോൺഗ്രസ്സിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്രദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ബാലഗംഗാധര തിലക് ഉൾപ്പെടെ പലരെയും നാട് കടത്തി. പല നേതാക്കളും രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണപരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. 1909 നടപ്പിലാക്കിയ മിൻറ്റോ മോർലി പരിഷ്കാരം ഇത്തരത്തിലുള്ളതായിരുന്നു. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ. അപ്പോൾ ഈ സൂററ്റ് പിളർപ്പ് ബ്രിട്ടീഷുകാർ നല്ലോണം മുതലെടുത്തു. തീവ്രദേശീയവാദികളെ ജയിലിലടച്ചു. ബാലഗംഗാധര തിലകിനൊക്കെ നാട് കടത്തി. പിന്നെ ഈ മിതവാദികൾക്ക് വേണ്ടിയിട്ട് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് 1909 നടപ്പിലാക്കിയിട്ടുള്ള മിൻറ്റോ മോർലി പരിഷ്കാരം. അതിലെ പ്രധാന വ്യവസ്ഥകൾ: മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക. പിന്നെ ഇവിടെ ഒന്നുണ്ട്, സ്വദേശി സമിതികൾ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കുവാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അതായത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക, ജനങ്ങളെ സംഘടിപ്പിക്കുക, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നതാണ് സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അശ്വിനി കുമാർ ദത്ത് ആണ് സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത്. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റുമൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയം സ്ഥാപിക്കുക, അതായിരുന്നു പ്രധാന ലക്ഷ്യം. ഇനി സർവ്വേന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം. ആഗാ ഖാൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിൻറ്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആഗാ ഖാൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംല മിൻറ്റോ പ്രഭുവിനെ കണ്ടു ആവശ്യം മുന്നോട്ട് വെച്ചു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവരാവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയിയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമായി. 1906 സർവ്വേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചു. അപ്പോൾ ആഗാ ഖാൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പേര് മിൻറ്റോ പ്രഭുവിനെ കണ്ടു സിംലയിൽ വെച്ചിട്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു, മുസ്ലിം സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം വേണം, അവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. അപ്പോൾ വൈസ്രോയി അതിനനുകൂലമായിട്ടൊരു നിലപാടെടുത്തു. മുസ്ലിങ്ങൾക്കായിട്ട് പ്രത്യേക രാഷ്ട്രീയ സംഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അത് കാരണമായി. 1906 സർവ്വേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചു. ഇനിയാണ്
ലാൽ ബാൽ പാൽ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്രദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഇവരാണ് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത്. അടുത്തത് ഹോം റൂൾ ലീഗ്. 1914 ആരംഭിച്ച ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. അപ്പോൾ 1914 ആരംഭിച്ചിട്ടുള്ള ഒന്നാം ലോകയുദ്ധത്തിൻ്റെ സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനം വീണ്ടും സജീവമായി. അതിന് നേതൃത്വം കൊടുത്തത് ഹോം റൂൾ ലീഗ് എന്ന് പറയുന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂള് അഥവാ സ്വയംഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിൻ്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിൻ്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയിലാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെൻറ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. അപ്പോൾ ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്വയംഭരണമായിരുന്നു ആ സംഘടനയുടെ ലക്ഷ്യം. ബാലഗംഗാധര തിലകും ആനി ബസന്റും ആയിരുന്നു നേതൃത്വം നൽകിയത്. അവർ പ്രചരണത്തിന് വേണ്ടിയിട്ട് രാജ്യത്തുടനീളം സഞ്ചരിച്ചിട്ടുണ്ട്. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനം ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആനി ബസന്റിനെ ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായിട്ട് 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡൻ്റായി. INCയുടെ പ്രസിഡൻ്റ് ആവുന്ന ആദ്യ വനിതയാണ് ആനി ബസന്റ്. ഐക്യത്തിൻ്റെ ലക്നൗ. 1916 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൗവിലാണ്. അപ്പോൾ 1916 വാർഷിക സമ്മേളനം നടന്നത് ലക്നൗവിൽ. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്രവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവ്വേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. ഇതര വഴികളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമരരീതിയിൽ നിന്നും വ്യത്യസ്തമായി ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിൻ്റെ മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. അതിൽ ചിലതാണ് അനുശീലൻ സമിതി, അത് ബംഗാളിലാണ്. അതിന് നേതൃത്വം സച്ചീന്ദ്രനാഥ സന്യാലും അരബിന്ദ ഘോഷും. അനുശീലൻ സമിതി ബംഗാൾ, നേതൃത്വം നൽകിയത് സച്ചീന്ദ്രനാഥ സന്യാലും അരബിന്ദ ഘോഷും. അടുത്തത് ഭാരത് മാതാ അസോസിയേഷൻ, അത് മദ്രാസിൽ, നേതൃത്വം നൽകിയത് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. ഇതൊക്കെ പുതിയ ടെക്സ്റ്റിൽ മാത്രമുള്ളതാണ് നേതൃത്വം നൽകിയ ആൾക്കാരുടെ പേരൊക്കെ. അനുശീലൻ സമിതി ബംഗാളിൽ സച്ചീന്ദ്രനാഥ സന്യാലും അരബിന്ദ ഘോഷും. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിൽ നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. പിന്നെ യുഗാന്തർ പാർട്ടി, അത് ബംഗാളിൽ റാഷ് ബിഹാരി ബോസും ഖുദ്ദിറാം ബോസും. പിന്നെ ഗദ്ദാർ പാർട്ടി, അത് അമേരിക്ക, അത് ലാലാ ഹർദയാൽ, പഴയ ബുക്കിലുള്ളതാണ്. അനുശീലൻ സമിതി ബംഗാൾ, സച്ചീന്ദ്രനാഥ സന്യാൽ, അരബിന്ദ ഘോഷ്. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിൽ നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. യുഗാന്തർ പാർട്ടി ബംഗാളിൽ റാഷ് ബിഹാരി ബോസും ഖുദ്ദിറാം ബോസും. ഗദ്ദാർ പാർട്ടി അമേരിക്കയിൽ ലാലാ ഹർദയാൽ. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു. അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീർന്നു. അപ്പോൾ ഇത്രയുള്ള നമുക്കൊന്നുകൂടെ നോക്കിയിട്ട് വരാം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് അതിൽ പറയുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആ ബുക്കിലാണ് ചോർച്ച സിദ്ധാന്തത്തിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. പിന്നത്തെ പ്രധാനപ്പെട്ടതാണ് സാഹിത്യകാരന്മാരും അവരുടെ ഭാഷയും. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ടാഗോറും ബംഗാളി ഭാഷയിലെ കൃതികൾ എഴുതിയവരാണ്. ലക്ഷ്മിനാഥ് ബസ്ബർവ, അത് പുതിയതാണ്. ആസാമീസിൽ
കൃതികൾ എഴുതിയിട്ടുള്ളത്. വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ മറാത്തി, സുബ്രഹ്മണ്യ ഭാരതി തമിഴ്, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പ്രേംചന്ദ് ഹിന്ദി, അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. പിന്നെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിൻ്റെ ബംഗാളി ഭാഷയിലെ പത്രമാണ് സമ്പാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിലെ പത്രമാണ് മിറാത്തുൽ അക്ബർ. പിന്നെ അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിൽ, ദി ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും ഇംഗ്ലീഷ് ഭാഷയിലുള്ളതാണ്. മാതൃഭൂമി, അൽ അമീൻ മലയാളം. പിന്നെ പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട ഒരു പ്രധാന നടപടിയാണ് നാട്ടുഭാഷാ പത്ര നിയമം. കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭുവാണ്. പിന്നെ രാജാറാം മോഹൻ റോയ് സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച ആളാണ്. രാജാറാം മോഹൻ റോയ് 1772 ബംഗാളിലാണ് ജനിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളൊക്കെ അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. സതി നിർത്തലാക്കി, സ്കൂളുകൾ ആരംഭിച്ചു, ബ്രഹ്മസമാജം ആരംഭിച്ചു, ശൈശവവിവാഹം, ബഹുഭാര്യത്വം അതിനൊക്കെതിരെ പോരാടി, സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശം ഉണ്ടെന്ന് വാദിച്ചു, വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം അതിനൊക്കെതിരെ നിലകൊണ്ടു. പിന്നെ ജ്യോതിറാവു ഫൂലെ മഹാരാഷ്ട്രയാണ് പ്രവർത്തന മേഖല. സത്യശോധക സമാജം സ്ഥാപിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സാവിത്രിബായ് ഫൂലെ. അത് നിശാ പള്ളിക്കൂടങ്ങളും പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചു. പിന്നെ പണ്ഡിത രമാബായി കർണാടക സ്വദേശിനിയാണ്. കൽക്കത്തയിലെ അധ്യാപകർ പണ്ഡിത എന്നുള്ള ബഹുമതി കൊടുത്തു. ശാരദാ സദനം വിധവകൾക്ക് വേണ്ടിയിട്ടും മുക്തി മിഷൻ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തിന് വേണ്ടിയിട്ടും സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. പിന്നെ കുറച്ച് പ്രസ്ഥാനങ്ങളും സ്ഥാപകരും: പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ, SNDP ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. പിന്നെ പ്രധാന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന് നേതൃത്വം നൽകിയതും: ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിൽ സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും, മദ്രാസ് മഹാജനസഭ മദ്രാസിൽ M വീരരാഘവാചാരി, G സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. പിന്നെ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിൽ ഫിറോസ് ഷാ മേത്ത, KT തലാങ്, ബദ്രുദ്ദീൻ ദിയാബ്ജി. ഇതിനൊന്നും അഖിലേന്ത്യാ സ്വഭാവമില്ലാത്തതുകൊണ്ട് അഖിലേന്ത്യാ സ്വഭാവമുള്ള ഒരു സംഭവം വന്നു. അതാണ് INC. 1885 ഡിസംബർ 28 വന്നു. ആദ്യ സമ്മേളനം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. 72 പേരാണ് ആദ്യം പങ്കെടുത്തത്. അതിൻ്റെ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. പിന്നെ INCയുടെ പ്രധാന ലക്ഷ്യം വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം, ജാതിയുടെയും മതത്തിൻ്റെയും പ്രവിശ്യയുടെ വ്യത്യാസമില്ലാണ്ട് ഐക്യബോധം വളർത്തുക. പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ പൊതു ആവശ്യങ്ങളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പിൽ അവതരിപ്പിക്കുക. പിന്നെ ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കുക, ജനങ്ങളെ സംഘടിപ്പിക്കുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. പിന്നെ C ശങ്കരൻ നായർ INCയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഒരേ ഒരു മലയാളിയാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് പ്രസിഡൻ്റായത്. പിന്നെ ബംഗാൾ വിഭജനം. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജിച്ചത്. അമർ സോനാർ ബംഗ്ല എന്നുള്ള കൃതി രചിച്ചത് ദേശഭക്തി ഗാനം രചിച്ചത് ടാഗോറാണ്. സ്വദേശി ബംഗാൾ വിഭജനത്തിനോട് കൂടിയിട്ടാണ് സ്വദേശി പ്രസ്ഥാനം എന്നുള്ള ആശയം വരുന്നത്. സമരരീതി, ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗം, ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വാശ്രയം എന്നുള്ളതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. അതായത് സ്വദേശി വ്യവസായം മറ്റ് സംരംഭവും വിജയിപ്പിക്കുക, അതാണ് അതിൻ്റെ ആശയം. ബംഗാളി കെമിക്കൽ സ്റ്റോർ PC റോയി, സ്വദേശി സ്റ്റോർ രവീന്ദ്രനാഥ ടാഗോർ, B ചിദംബരം പിള്ളയുടെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റയുടെ സ്റ്റീൽ ഫാക്ടറി, ഇതൊക്കെ സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ്. പിന്നെ INC രണ്ടായി പിരിഞ്ഞു. മിതവാദിയും തീവ്ര ദേശീയവാദികളുമായത് 1907 സൂററ്റ് പിളർപ്പിലാണ്. മിതവാദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേയം, യോഗം, പ്രസംഗം അതിലൂടെ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമിച്ചത്. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത ഇവരൊക്കെയാണ് മിതവാദികളുടെ പ്രധാനപ്പെട്ടവർ. തീവ്ര ദേശീയവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവകരം ആയിട്ടുള്ള പ്രവർത്തന രീതികളാണ്. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജപത് റായ് ഒക്കെയായിരുന്നു. പിന്നെ അശ്വിനി കുമാർ ദത്ത രൂപീകരിച്ചിട്ടുള്ള സ്വദേശി ബാന്ധവ സമിതി. അതിൻ്റെ പ്രധാന ലക്ഷ്യം കായിക സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം, പകർച്ചവ്യാധി മറ്റുമൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. സർവേന്ത്യ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തത് ആഗാ ഖാൻ. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് വന്നത്.
പിന്നെ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ, ലാലാ ലജ്പത് റായ് ചേർന്നാണ് ലാൽ ബാൽ പാൽ. പിന്നെ ഹോം റൂള് 1916 നേതൃത്വം കൊടുത്ത ആനി ബസന്റും ബാലഗംഗാധര തിലകും. പിന്നെ കുറച്ച് വിപ്ലവ സംഘടന അനുശീലൻ സമിതി, ബംഗാളിൽ സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദ ഘോഷും, ഭാരതമാതാ അസോസിയേഷൻ മദ്രാസിൽ നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്, യുഗാന്തർ പാർട്ടി ബംഗാളിൽ റാഷ് ബിഹാരി ബോസും ഖുദ്ദിറാം ബോസും, ഗദ്ദാർ പാർട്ടി അമേരിക്ക ലാലാ ഹർദയാൽ. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.